അത് ശരി, പ്ലേറ്റ് ഉപയോഗിക്കാനില്ല. ഞാൻ ചെമ്പ് പറഞ്ഞപ്പോൾ എന്തോ കാര്യമായിട്ട് ഫുഡാണെന്ന് വിചാരിച്ചു. ഇതെന്താ സംഭവം, പ്ലേറ്റ് തിളപ്പിക്കണേ? പ്ലേറ്റ് ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. വൃത്തിയാണ് നമ്മുടെ പ്രധാനം. ഭക്ഷണത്തിന് ചിലപ്പോൾ എന്തെങ്കിലും കുറ്റകുറവൊക്കെ വല്ലപ്പോഴൊക്കെ സംഭവിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ വൃത്തിക്ക് കോംപ്രമൈസ് ഇല്ല, ഒരു കോംപ്രമൈസും ഇല്ല. നിലമ്പൂർ കോടതിപ്പടിയിലാണ് മനോജേട്ടൻ്റെ നാടൻ ഭക്ഷണശാല അല്ലേ? ഇതൊക്കെ വെളിച്ചെണ്ണ ഇവിടേക്ക് ഉപയോഗിക്കാനുള്ളതാണോ? വെളിച്ചെണ്ണ മില്ലത്തെ വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ നമ്മളിവിടെ ഉപയോഗിക്കുന്നതാണ്, വിൽപ്പനയ്ക്കല്ല. കസ്റ്റമർ രാജാവാണ്, കടം പറയില്ല എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഞാനീ നാട്ടുകാരനാണ്, നമുക്ക് കാണുന്നവരെല്ലാം ഉണ്ട്. അപ്പോ ഫ്രണ്ട്ഷിപ്പും കച്ചവടം കൂടെ കൂട്ടി പോകണ്ട എന്ന് വെച്ചിട്ട് മുന്നേ കൂട്ടി എഴുതി വെച്ചാണ്. കടം അപകടം എന്നാണല്ലോ അല്ലേ? നീ കുറച്ചു കാലം കഴിയുമ്പോ എങ്ങനെയും കൂടി എഴുതി വെക്കും, ബ്ലോഗർമാർ വന്ന് വീഡിയോ എടുത്തോളൂ, പൈസ തന്നിട്ട് പോകണമെന്ന്. നമ്മള് പൈസ കൊടുത്തിട്ട് കഴിക്കലല്ലോ അവിടെ. ഓക്കെ ഓക്കെ, അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഉച്ചയ്ക്ക് എത്ര മണിക്ക് എത്തണം? നമ്മുടെ ഈ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ നല്ല വൃത്തിയിലാണ്ട് ആവുമ്പോഴത്തേന് 12 മണി ആവുമ്പോഴേക്കും ആവും. ആ ദം ബിരിയാണിയെ കൊടുക്കുന്നുള്ളൂ. ശരി. പിന്നെ മട്ടൻ ബിരിയാണി ഉണ്ട്, അത് ഞാൻ പറയും, ദമ്മല്ല, നമ്മള് ചാപ്സ് എടുത്ത് കൊടുക്കുന്നത്. ചിക്കനും ദമ്മാണ്, ചിക്കനും ബീഫും ദമ്മാണ്. വേറെ എന്തോ സ്പെഷ്യൽ കൂടി പറഞ്ഞു, എല്ല് കറി. എന്താ? ബീഫിന്റെ എല്ല്. ബീഫിന്റെ എല്ല് അത് എല്ലാ ദിവസവും ഉണ്ടാവൂല? എല്ലാ ദിവസവും ഇല്ല. നമ്മള് കുറച്ച് കസ്റ്റമർ ഇന്നലെ വിളിച്ച് പറഞ്ഞോണ്ട് ശരി, അത് അറേഞ്ച് ചെയ്തു. സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? താറാവ്, മുയല്, ടർക്കി കോഴി ഉണ്ടായിരുന്നു. ശരി, അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അതുണ്ടാവും. പിന്നെ നാടൻ കോഴി ഉണ്ടാവും. ഇന്ന് ശനിയാഴ്ച നമ്മള് നെയ്ച്ചോറാണ് സാധാരണ. അങ്ങനെയാണ്. ഓരോ ദിവസവും നമുക്കിവിടെ അടുക്കള ചെറുതാണ്, അടുപ്പും ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ തരം ബിരിയാണികളും കൊടുക്കാനുള്ള സൗകര്യം എല്ലാ ദിവസവും കൊടുക്കൽ നടക്കില്ല. അപ്പൊ ചിക്കൻ ബിരിയാണി ദിവസം ബീഫ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ഥിരമായ കസ്റ്റമർ, ചിലപ്പോൾ നമ്മളെ കേട്ട് കണ്ടറിഞ്ഞ് വരുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് ഇന്ന ദിവസം ഓരോ മെനു അറിയാൻ കഴിയും. ശരി, അപ്പൊ ശനിയാഴ്ച വരുന്നവര് നെയ്ച്ചോറിന് എന്താ കോംബോ? നെയ്ച്ചോറിന് കോംബോ നമുക്ക് ചിക്കൻ പൊരിച്ചതും, ബീഫ് വരട്ടും, ബീഫ് ലിവർ, മട്ടൻ ചാപ്സ്, ശരി, ഇങ്ങനെ ഐറ്റംസ് ഇതെല്ലാം അവർക്ക് അറിയാം അന്ന് അല്ലേ? അപ്പൊ ബിരിയാണി ഉള്ള ദിവസം എന്നാ? ബിരിയാണി ഉള്ളതിന് തിങ്കളാഴ്ച ബീഫ് ബിരിയാണിയാണ്, ഞായറാഴ്ച അവധിയാണ്. അവധി ഉണ്ട്. ഊണ് എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. നാടൻ ഊണ് ഇലയില് എത്ര കൊടുക്കണേ? നമ്മള് ചോറ് 60 രൂപയ്ക്കാണ് ഊണ് കൊടുക്കണത്. ചോറ് ആവശ്യത്തിന് കൊടുക്കും. ചോറ് ആവശ്യത്തിന് ഇപ്പൊ കഴിക്കുന്നുള്ളൂ. നമ്മളെ നാട്ടുകാരല്ലേ വരുന്നത്, കണക്ക് പറയാറുണ്ട്. നമ്മളെ നാട്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളെ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് ഇവിടെ വരുന്നവരല്ലേ. പിന്നെ നമ്മളെ ഇപ്പോഴെന്തെങ്കിലും ചെറുതായിട്ട് പറ്റിയാലും സോൾവ് ചെയ്ത് നാളെ ശരിയാക്കാന്ന് ചെയ്യുന്ന ആൾക്കാരാണ്, മനുഷ്യരല്ലേ? ഞാനും എന്റെ വൈഫാണ് ഇത് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. 5-8 കൊല്ലം മുന്നേ തുടങ്ങുമ്പോൾ ഞാൻ എന്റെ വൈഫ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് കച്ചവടം ഒന്നും നീങ്ങി അറിയാതെ നീങ്ങിപ്പോയി. അപ്പൊ നമുക്ക് പണിക്കാരൊക്കെ മറ്റു പലരൊക്കെ വെച്ചു. കുക്കിംഗ് എന്താ അറിയില്ല, കുട്ടിക്കാലം തൊട്ട് നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു എനർജി ഇല്ല. ഈ തലയെക്കെട്ട് നിങ്ങളുടെ ട്രേഡ് മാർക്കാണ്. അത് ട്രേഡ് മാർക്ക് ഇടാൻ കാരണം നമ്മൾ ഹോട്ടൽ എലൈറ്റില് ബാവാക്കാന്ന് പറയും, അദ്ദേഹം മരിച്ചു. കിച്ചണിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ തോർത്തുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് വെറുതെ തലേന്ന് കെട്ടി പണിയെടുത്തു. അത് അന്ന് വൈകിട്ട് പണിയെല്ലാം കഴിഞ്ഞ് കൂലി വാങ്ങാൻ ചെന്നപ്പോൾ ബാവാക്ക എന്നോട് പറഞ്ഞു, ഈ തോർത്തുകൊണ്ട് കണക്ക് നല്ല ചേർച്ചുണ്ട്, അതുകൊണ്ട് ഈ തോർത്തുകൊണ്ട് അഴിക്കണം. അതിനുശേഷം ഞാൻ തുടർന്നു. ഇത്രയും കൊല്ലങ്ങളായിട്ടും എൻ്റെ ഐഡന്റിറ്റി മാറി. അപ്പൊ നമ്മുടെ മനോജ് ചേട്ടന്റെ സാധാരണഗതിയിൽ എല്ലാവരും ചൂടുള്ള നെയ്ച്ചോറ്, ചൂടുള്ള ബീഫൊക്കെയാണ്. ഇവിടെ ചൂടുള്ള പ്ലേറ്റ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യല് ശനിയാഴ്ച സാധാരണഗതിയിൽ നെയ്ച്ചോറും ബീഫാണ് സ്പെഷ്യല്, അതന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ഭാഗ്യത്തിന് നല്ല എല്ല്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട നല്ല എല്ല് കറി ഉണ്ട്. മട്ടൻ ചാപ്സ് ഉണ്ട്. മട്ടൻ ചാപ്സും നെയ്ച്ചോറും കഴിക്കാം, ബീഫും നെയ്ച്ചോറും കഴിക്കാം, അതേപോലെ എല്ലും നെയ്ച്ചോറും കഴിക്കാം. ഇതൊന്നും എല്ലാ സമയത്തും ഉണ്ടാവണമെന്നില്ല. എല്ല് നോർമല് ബീഫും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാവുക. നല്ല അടിപൊളി നെയ്ച്ചോറ്, നല്ല RKG നെയ്യൊക്കെ ഒഴിച്ച നെയ്ച്ചോറ്. എല്ലാത്തിനും തേങ്ങക്കൊത്തുണ്ട് കേട്ടോ. കാരണം ബീഫിലാണ് ഉണ്ടാവുക. മട്ടൻ ചാപ്സിനുണ്ട്, പെറ്റുകറി എല്ലാം. നല്ല പെപ്പർ മട്ടൻ ചാപ്സ്. ഒരു ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ പ്ലേറ്റ് കിട്ടോ. ഒരു 4 പേരൊക്കെ ആണെങ്കിൽ നല്ല ബേസിനിൽ കല്യാണത്തിന് മുമ്പേ ചോറ് വിളമ്പണ പോലെയാണ് വിളക്കി കൊടുക്കുന്നത്. ആവശ്യത്തിന് എടുത്ത് കഴിക്കാൻ. നന്നാരിയും കരിഞ്ചീരവും ഇട്ട വെള്ളമാണ്. വെള്ളം നമ്മൾ വന്നപ്പോൾ തന്നെ ഗ്ലാസ് കുടിച്ചപ്പോൾ അതിന്റെ രുചി വന്നപ്പോൾ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ആകെ മൊത്തം ടോട്ടൽ ഒരു കിടില സംഭവങ്ങൾ. നല്ല വെളിച്ചെണ്ണ പൊരിച്ച ചിക്കൻ. ചിക്കൻ എന്ന് പറഞ്ഞാൽ ആവശ്യത്തെ മസാല ഇല്ല.
വെറുതെ ചിക്കൻ പൊരിക്കല, അതൊക്കെ നല്ല മസാല, ശരിക്കൊരു ബ്രോസ്റ്റഡ് പോലെ ഉണ്ടാവും. നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ ഇതാവില്ല, 70 രൂപേൻ്റെ വലിയൊരു പീസ് ചിക്കൻ പൊരിച്ചു കഴിഞ്ഞാൽ 425 പ്രൈസിലൊക്കെ വരുന്നത് കേട്ടോ. ഒരുവിധ ആൾക്കാരൊക്കെ ഇടില്ല. ബീഫിൻ്റെ എല്ല് കറി കൊട്ടപ്പെട്ട് എല്ലൊക്കെ കടിച്ചു കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിരുന്നു. മനോജേട്ടന്റെ കടയിൽ വന്നാൽ നിങ്ങൾ മനോജേട്ടനായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് കൂടി വേണം ഭക്ഷണം കഴിക്കാൻ. ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇവന്റെ രീതികളെല്ലാം. ഇവിടുത്തെ ചിക്കൻ ഫ്രൈ മസ്റ്റ് ട്രൈ ചെയ്യുക. അതേപോലെ ഇവരുടെ വെള്ളം അതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. വന്ന് കഴിക്കുന്നവർക്ക് ഭയങ്കര ഹാപ്പിയിലാണ് കഴിക്കുന്നത്. ഭയങ്കര തിരക്കാണ്, ഇപ്പോൾ മൊത്തത്തിൽ തിരക്ക് കൂടിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മനോജേട്ടൻ്റെ വിശേഷങ്ങൾ. ഇത് അവരൊക്കെ കണ്ടില്ല, ഇവരൊക്കെ ഇവിടുത്തെ ഫാൻസുകളാണ്, സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന ആളുകളാണ്. എല്ലാവരും ടാറ്റ ഓടിക്കുക, ഇങ്ങോട്ട് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ എത്രയാണ് എല്ലാവരും വന്ന് ഒന്ന് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കുക.